ദൈവനാമം മാത്രമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവിലേക്ക് വചന സൃഷ്ടിമേ കടന്നു വരുമ്പോൾ കർത്താവ് സഹായിച്ച കൃപയോർത്ത് സ്തോത്രം. ഈ ഗ്രൂപ്പിന്റെ ചീഫ് അഡ്മിനായിരിക്കുന്ന ദേവദാസൻ കുടുംബം മറ്റ് അഡ്മിൻസ് മെമ്പേഴ്സ് എല്ലാം ക്രിസ്തുയേശുവിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം, അവർ യഹോവയുടെ കൃപകളെ ചിന്തിക്കും. സങ്കീർത്തനങ്ങൾ 107-43 വാക്യമാണ് ഞാൻ വായിച്ചത്. അവർ യഹോവയുടെ കൃപകളെ ചിന്തിക്കും. ആമേൻ, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ചിന്താമണ്ഡലത്തിൽ ഒരു ഇളക്കമുണ്ടാകുന്ന കാഴ്ചയാണ് നമ്മിൽ നിന്നുണ്ടാകണം. ആമേൻ. നല്ല വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ തോന്നാം. ആമേൻ. അതിനപ്പുറം അവരെ ചിന്തിപ്പിക്കുന്ന ഒരു അവസ്ഥ. ആമേൻ. ദുഃഖിച്ചും പ്രയാസപ്പെട്ടും നടന്നിരുന്ന ഇവർ ഇത്ര സന്തോഷിക്കാൻ കാരണം എന്താണെന്ന് ചിന്തിക്കും. ആമേൻ. ഈ വാക്യത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നിങ്ങൾ വീട് വെച്ചത് എങ്ങനെ എന്നല്ല, മകളെ കെട്ടിച്ചത് എങ്ങനെ എന്നല്ല, അവർ യഹോവയുടെ കൃപയെക്കുറിച്ച് ചിന്തിക്കണം. ഇതിനിടയിൽ പണി മുഴുവൻ നടത്തിയത് ആമേൻ കൃപയാണ്. അതുകൊണ്ടല്ലേ ആ വാക്യം അങ്ങനെ ചെന്ന് അവസാനിക്കുന്നു. 107 സങ്കീർത്തനത്തിന്റെ അവസാനത്തിൽ ജീവിതം കൊടുങ്കാറ്റിലും ആമേൻ പെരുങ്കാറ്റിലും ഒലിഞ്ഞു പോയവർ, നടുക്കടലിൽ പെട്ട് പോകേണ്ടവർ, കുഴിക്കകത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാതിരിക്കേണ്ടവർ, ഇരുമ്പ് ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് അതിനകത്ത് ജീവിതം അസ്തമിക്കേണ്ടവർ, സ്വതന്ത്രമായി നടക്കുന്ന റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ വിരിഞ്ഞു നിൽക്കുന്ന ആമേൻ വയലിലെ താമര പോലെ അവർ ആടി നിന്ന് ദൈവത്തിന് സ്തോത്രം കൊടുക്കുന്നു. ആമേൻ. ഒറ്റ കാര്യമാണ് ഈ സങ്കീർത്തനം അവസാനിക്കുമ്പോൾ പറയുന്നത്. ഇവിടെ ആരെങ്കിലും ദൈവസന്നിധി സന്തോഷിക്കുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ആരെങ്കിലും കർത്താവിനാൽ പ്രയോജനപ്പെടുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും സമാധാനത്തോട് ജീവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവർ കൃപ ലഭിച്ചവർ മാത്രമാണ്. ആമേൻ. ഒരു പടക്കം പൊട്ടുന്നത് പോലെ ആമേൻ ഒരു ബുദ്ധി കൊണ്ട് പഠിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അഭിനയിക്കാം, അക്ഷരമായി ആർക്കെങ്കിലും വിജയകരമായി ജീവിക്കാമെന്നുണ്ടെങ്കിൽ എന്ത് കൃപ വേണം. ആമേൻ. ഉണങ്ങിയ ഹല്ലേലൂയ ജീവിതത്തിലേക്ക് കൃപ ലഭിച്ചാൽ, ഹല്ലേലൂയ, അല്ലെ കഷ്ടതയുടെ ജീവിതത്തിലേക്ക് കൃപ ലഭിച്ചാൽ, ആമേൻ ശപിക്കപ്പെട്ടതെന്ന് തോന്നിയിട്ടുള്ള അന്തരീക്ഷത്തിന്റെ കോപമാണോ എന്ന് സംശയിക്കുന്ന നിങ്ങൾ ജീവിതത്തിലേക്ക് ആമേൻ ആ കൃപ പകർന്നാൽ, ആ കൃപയ്ക്ക് തളിച്ചു വളരുന്ന മറ്റുള്ളവരെ ചിന്തിപ്പിക്കുന്ന ഒരു വലിയ ജീവിതത്തിന്റെ ഉടമയാക്കി നമ്മളെ മാറ്റുവാനായിട്ട് നമുക്ക് കഴിവുണ്ട്. ആമേൻ. എത്ര പേർ ദൈവത്തിന്റെ കൃപയുടെ തണലിൽ വളരും. നമ്മളാക്കി മാറ്റുവാൻ ദൈവ സ്വർഗത്തിൽ നിന്ന് ഹല്ലേലൂയ പകരുന്ന ഒരു അസാധാരണ ശക്തിയാണ് ഈ കൃപ. ആമേൻ, ഹല്ലേലൂയ. വേദശാസ്ത്രിമാർക്ക് പോലും എന്താണ് വിശദമായി പറയുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഒറ്റപ്പെട്ട വാക്കുകളിലൊക്കെയും അവർ പറയുന്നുണ്ടെങ്കിലും അത് ഹല്ലേലൂയ അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. പ്രിയ ദൈവമക്കളെ, വീട്ടിൽ നിങ്ങൾക്ക് കൃപയുണ്ടെങ്കിലേ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികൾ 11-23 പറയുന്നു, അന്ത്യോക്യയിലെ സഭയിലെ ബർന്നബാസ് എന്ന് പറയുന്ന കർത്തദാസൻ ചെന്നതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. ബർന്നബാസ് അവിടെ ചെന്നിട്ട് അവരുടെ ദൈവത്തിന്റെ കൃപ കണ്ട് സന്തോഷിച്ചു. ഒരു മനുഷ്യന് കൃപ കിട്ടിയാൽ, ഒരു ഭവനത്തിന് കൃപ കിട്ടിയാൽ അത് നിശ്ചയമായി മറ്റുള്ളവർക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ആമേൻ. അത് വെളിപ്പെടാൻ തുടങ്ങും. കറണ്ട് ഹല്ലേലൂയ കാണാൻ പറ്റുകയില്ല. അത് പ്രാതാളത്തിൽ പകരിക്കാൻ തുടങ്ങിയാൽ അത് കാണാൻ പറ്റും. ഒരു ഫാനിലേക്ക് കയറിയാൽ, ഒരു ബൾബിലേക്ക് കയറിയാൽ ഇലക്ട്രിസിറ്റിയെ കൊണ്ട് കണ്ണുകൊണ്ടല്ല, ആമേൻ ആമേൻ, പിന്നെയോ ജ്ഞാനം കൊണ്ടേ അത് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ലോകത്തിലെ ഏത് ശക്തിയേക്കാളും ശരീരത്തിൽ വ്യാപരിക്കുന്ന ഒരു അസുഖമോ, കുടുംബത്തിൽ വ്യാപരിക്കുന്ന നിരാശയോ, മക്കളിൽ വ്യാപരിക്കുന്ന ദുർഭൂതമോ, അതിൻ്റെ മീതെ ദൈവത്തിന്റെ കൃപയോട് ശക്തി യേശുവിന്റെ നാമത്തിൽ ഭവനത്തിലും ആമേൻ തലമുറയിലും വ്യാപരിക്കാൻ തുടങ്ങട്ടെ. മറ്റുള്ളവർ കാണട്ടെ ഇത് കൃപയാണെന്ന് പറഞ്ഞ് കരഞ്ഞ് ആരാധിക്കാൻ ദൈവമായ കർത്താവ് ഒരവസരം ഹല്ലേലൂയ ഒരുക്കട്ടെ. മറ്റുള്ളവർ കാണുന്ന കൃപ, കർത്താവിന്റെ കൃപ നമ്മളെ പ്രദർശിപ്പിക്കുകയില്ല. കൃപ വന്നു കഴിയുമ്പോൾ ആമേൻ മറ്റുള്ളവർക്ക്
കാണാൻ കഴിയും. യേശുവിനെ കുറിച്ച് യോഹന്നാൻ സുവിശേഷം 1-14 പറയുന്നു, ഇത് ഇങ്ങനെയാണ്, അവൻ കൃപയും സത്യവും ഹല്ലേലൂയ നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ വാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് വെച്ചാൽ യേശു പാർത്തിരുന്ന യഹൂദന്മാരുടെയും പരീശന്മാരുടെയും പുരോഹിതന്മാരുടെയും ഭ്രാന്ത് നിറഞ്ഞവരുടെ ഇടയിൽ യേശു എങ്ങനെ പാർത്തു? ആമേൻ. ശത്രുക്കളെ ഒതുക്കാനിരിക്കുന്നവരുടെയൊക്കെയും ചുറ്റും അവരുടെ ഇടയിൽ കൃപ നിറഞ്ഞ് ജീവിച്ചു. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ അംഗീകരിക്കാത്ത വിശ്വാസത്തെ നിന്ദിക്കുന്ന അവസ്ഥയിൽ ഒറ്റയ്ക്ക് നിന്ന് തേര് തെളിയിക്കുന്ന പോലെ ജീവിക്കുവാൻ, ആമേൻ, കഷ്ടതയുടെ വലിയ മല കയറുന്നത് പോലെ ഹല്ലേലൂയ അവരുടെ ഇടയിൽ കൃപ നിറഞ്ഞ് ജീവിക്കാൻ പ്രാർത്ഥന നിമിത്തമാണ്. ആമേൻ. പരിശുദ്ധനായ ദൈവം നിങ്ങൾ അവസരം തരട്ടെ. ഹല്ലേലൂയ. എന്താണ് കൃപ? നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത്. നമ്മിലേക്ക് ദൈവകൃപ തന്നു എന്നിരിക്കട്ടെ. കൃപയുടെ ഉറവിട കർത്താവാണ്. 14 വാക്യത്തിൽ നാം വായിക്കുന്നു, അവന് കൃപയിൽ മേൽ കൃപ നിറഞ്ഞിരിക്കാൻ അവന്റെ നിറവിൽ നിന്ന് നാം പ്രാപിക്കുന്നു. അപ്പോൾ കൃപ കിട്ടണമെങ്കിൽ കർത്താവിന്റെ കാൽ കീഴിൽ ഇരിക്കണം. ഹല്ലേലൂയ. അവനിൽ കൃപ നമ്മളിലേക്ക് പകർന്നാൽ നമ്മുടെ അകത്തിരുന്ന കൃപ എന്താണ് ചെയ്യുന്നത്? ആമേൻ. ഒരു ദൗത്യമുണ്ട്. കൃപ നമ്മുടെ അകത്ത് വന്നാൽ അതിനൊരു പണിയുണ്ട്. എന്താണ് നമ്മുടെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ കൃപ വന്നാൽ ചെയ്യുന്നത്? നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ, നമ്മളിൽ ഒത്തിരി ശ്രമിച്ച് അല്ലെങ്കിൽ കുഴിഞ്ഞ കാര്യങ്ങളെ ഹല്ലേലൂയ ആ കാര്യങ്ങൾ നിറവേറ്റി തരാനാണ് ആമേൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ തരുന്നത്. ഹല്ലേലൂയ. മനുഷ്യർക്ക് സാധ്യമായത് ദൈവം നമുക്ക് വേർതിരിച്ച് ദൈവത്തിൻ്റെ മക്കൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അസാധ്യമായിട്ട് കാര്യങ്ങളെ നിറവേറ്റുവാന്, ആമേൻ, എൻ്റെ കുടുംബത്തിൽ നിറവേറ്റി തരുവാന് സ്വർഗത്തിൽ പകരപ്പെടുന്ന ഒരു സാധാരണ ശക്തിയാണ് കൃപ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് പരിശുദ്ധ ആത്മാവ് ദിവസം പറയുന്നു, ആ കൃപ നമ്മളിൽ മാറിപ്പോയാൽ നമ്മെ ഒന്നിനും കൊള്ളില്ല. പ്രാർത്ഥിച്ച വിഷയങ്ങള്, ആമേൻ, നേറിയ വിഷയങ്ങള് അനുഭവിക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾക്ക് ആ നിറവേറ്റി തരുവാൻ കൃപ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ കൊണ്ട് നിറയുവാനുള്ള വരം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ആമേൻ. ആ കൃപ നിങ്ങളുടെ മകൻ രൂപാന്തരപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലെ ഹല്ലേലൂയ കൃപയ്ക്ക് വസിക്കുവാൻ ഒരു സ്ഥലം വേണം. അല്ലെങ്കിൽ അതിന് പറ്റിയത് ആരാണ്? ഹല്ലേലൂയ. കൃപയെ ഒന്ന് വസിപ്പിക്കുവാൻ നിങ്ങൾക്ക് പറ്റുമോ? താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. ആമേൻ. എബ്രായർ 4:16 പറയുന്നു, ധൈര്യത്തോട് കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. 2 കാര്യം ചെയ്യാമോ? ഒന്ന്, താഴ്ന്നിരിക്കണം. ആമീൻ. 2, കൃപാസനത്തിന്റെ അടുത്ത് നിന്ന് മാറാതെ ഇരിക്കുക. നിങ്ങളിൽ വസിച്ചുകൊണ്ട് ഹല്ലേലൂയ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളെ സാധിപ്പിക്കും. ആമീൻ. നിങ്ങളിൽ വ്യാപരിക്കുന്ന കൃപ പലരും കാണും. അതിനെക്കുറിച്ച് ചിന്തിക്കൂ. നിങ്ങൾ സമാധാനത്തോട് കിടന്നുറങ്ങും. നിങ്ങളെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ആ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.